ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിധു നന്ദൻ എഴുതിയ ദ എറ്റേണൽ സിംഫണി ഓഫ് ദ കോസ്മോസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചുറ്റുപാടുകളെ അറിയാൻ ശ്രമിക്കുന്ന ഒരു 14-കാരന്റെ പ്രപഞ്ചയാത്രയാണ് ദ എറ്റേണൽ സിംഫണി ഓഫ് ദ കോസ്മോസ് എന്ന പുസ്തകം. കൗതുകവും നർമ്മവും ശാസ്ത്രചിന്തയും കാവ്യാത്മകമായി കവിഞ്ഞൊഴുകുന്ന ഈ പുസ്തകം ഒരു സയന്റിസ്റ്റിന്റെ തുടക്കമാണെന്നതിൽ സംശയമില്ല. കുളത്തൂർ നാഷണൽ LP സ്കൂൾ HM KK സുധീറിന്റെയും പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് പ്രതിഭയുടെയും മകനാണ് വിധു നന്ദൻ. ചണ്ഡീഗഡിലെ വൈറ്റ് ഫാൽക്കൺ പബ്ലിഷിംഗ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ P മനോജ് കുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. വിധു നന്ദൻ എന്ന് പറയുന്ന ഒരു കുട്ടി ശാസ്ത്രജ്ഞനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ എനിക്ക് മുമ്പേ സൂചിപ്പിച്ച എല്ലാവരും പറഞ്ഞ പോലെ നമ്മളൊക്കെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ അറിവിനപ്പുറത്തേക്ക് അവർ 10ാം തരം കഴിഞ്ഞ് +2 കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും നമ്മളെ മക്കളെ നിയന്ത്രിച്ചു വിടുന്നത് അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്നത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം, ഒരു ഡോക്ടർ ആകണം എന്നതിനപ്പുറത്തേക്കുള്ള ചിന്തകളൊന്നുമില്ലാത്ത ആളുകളാണ് നമ്മുടെയൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രലോകം പോലെയുള്ള ഒട്ടനേകം കൗതുകമായ കാര്യങ്ങളിൽ റിസർച്ച് നടത്തുവാനും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുവാനും കഴിയുമെന്ന് തെളിയിക്കുന്ന ഒട്ടനേകം പ്രതിഭകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വളരുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് നമ്മുടെ വിധു നന്ദനെ പോലെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ അധ്യക്ഷയായിരുന്നു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സാവിത്രി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P ഉമ്മുസൽമ, PTA പ്രസിഡന്റ് M ഷബീർ, SMC ചെയർമാൻ MK അഷ്റഫ്, AEO KT കുഞ്ഞുമൊയ്തു, പ്രിൻസിപ്പൽ PG സാഗരൻ, HM രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.